ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്യുന്ന സ്ഥലമല്ല, സ്ഥലമൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. വീടും മുറ്റവും പരിസരവും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പലരും ചോദിക്കാറുണ്ട്, വീടിനെ പറ്റി ചോദിക്കാറുണ്ട്. പലരും അല്ല, കുറച്ച് പേര്, ഒന്നോ രണ്ടോ പേര് ചോദിക്കാറുണ്ട് ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ സ്വന്തം വീടല്ല, ഞങ്ങളവിടെ റെൻറ്റിന് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിലാണ് ഞാൻ ഇതുവരെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണുന്നവർ ചോദിക്കാറുണ്ട്, വീടിനെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പം ഇന്ന് പുതിയൊരു വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാട്ടോ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അവിടെ ഞങ്ങൾ മാറി ഒന്ന് സെറ്റായി വരുന്ന ഫസ്റ്റ് ഡേ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ മദ്രസയിൽ അയച്ചതിൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ അമ്നൂസ് എണീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്നൂസ് എണീച്ച് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായിട്ട് എൻ്റെ ജോലിയൊക്കെ തീരുന്നത്. അപ്പോൾ ആൾ കൂടെ തന്നെ ഉണ്ടാവും, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, എൻ്റെ കൂടെ ഇങ്ങനെ നടക്കും. അപ്പോൾ ഇതാ ഞാൻ എഴുന്നേറ്റ് ഒന്ന് ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. എന്തിനാ രാവിലെ എണീറ്റിന്? കാറ്റുണ്ടാ? ഓ, ഫാൻ ഇട്ടിട്ടുണ്ടല്ലേ. ഫാൻ ഓഫാക്കണാ? ഓഫാക്കണാ? എന്നാ ഉറങ്ങിക്കോ, അടുക്കടുക്ക് ഉറങ്ങൂല. നമുക്ക് അപ്പാക്കണ്ടേ? വേണ്ട. അമ്മനെ കപ്പ തിന്നണ്ട? ദീദിമാർക്ക് സ്കൂളിൽ പോകണ്ട? ഒന്നും വേണ്ട. പിന്നെ ഉമ്മ എന്താക്കണ്ടേ? ഉമ്മ എന്താക്കണ്ടേ? ആരാ? ആലീനെ അടിക്കണോ? എന്തിന്? ആലിയ പാവം ഉമ്മാൻ്റെ മോള്. അമ്മയാ? അമ്മയും ഉമ്മാൻ്റെ മോള്. അങ്ങനെ നമ്മുടെ അമ്നൂസിനോട് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞ് ഒന്ന് ജനലൊക്കെ തുറന്ന് ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ സമയം ഏകദേശം രാവിലെ 6:30 മണി കഴിഞ്ഞ് 7 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ ലേറ്റായി. സാധാരണ ഞാൻ അവർ മദ്രസയിൽ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറും. അപ്പോൾ ഇന്ന് ആൾ എണീറ്റുണ്ട്, ഇന്ന് കുറച്ച് ലേറ്റായി. അപ്പോൾ ഒന്ന് കുറച്ച് സമയം ആളുടെ കൂടെ ഇങ്ങനെ കളിച്ച് സംസാരിച്ച് അങ്ങനെ പോയി. അപ്പോൾ ക്യാമറ സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ച് കണ്ടപ്പോൾ ആൾ വന്നിട്ട് ഓരോ നവരസങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമറ കണ്ട് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര മടിയാണ്, ഇപ്പോൾ ആൾക്കത് കണ്ട് കണ്ട് ശീലമായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വന്നിട്ട് ഓരോരോ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. പിന്നെ നേരെ അടുക്കളയിലേക്ക് പോയി, അടുക്കളയിൽ ജനലൊക്കെ തുറന്നിടണം. അപ്പം അതാണ് ആദ്യത്തെ എൻ്റെ പരിപാടി. അപ്പം ആദ്യത്തെ വീട്ടിലാണെങ്കിലും ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ തന്നെ ജനലൊക്കെ തുറന്നിടും, നല്ല വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടുക, പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കണം. അപ്പോൾ അങ്ങനെ തുടച്ചൊക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ അതാ നല്ലൊരു ചായ, ഉപ്പ ആ സമയത്തേക്ക് ചായയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് കട്ടന് വെച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പാക്കുള്ള കട്ടൻ ചായയും കൂടി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തലേ ദിവസത്തെ കറി കുറച്ച് ബാക്കിയുള്ളത് കൊണ്ട് ഇന്ന് പൂരി ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം പൂരിക്കുള്ള മാവ് കുഴച്ചു. അപ്പോൾ ആളെൻ്റെ കൂടെ തന്നെ ഉണ്ട്, എന്നെ പിടിച്ചോട് നടക്കുന്നുണ്ട്, ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ ഉപ്പാൻ്റെ കയ്യിൽ കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉപ്പാൻ്റെ കയ്യിൽ ആളെ കൊടുത്തിട്ട് ഞാൻ കുട്ടികൾ വരുമ്പോഴത്തേക്ക് പൂരി ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ അവർക്ക് മാത്രമുള്ള പൂരി മാത്രമേ ചുടുന്നുള്ളൂ. ഫുള്ള് ചുടാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ സമയം കുറേ ലേറ്റാവും, അവരെ യൂണിഫോം ഇസ്തിരി ഇടാനൊക്കെ ഉണ്ട്. അങ്ങനെ അവർക്കുള്ള പൂരി മാത്രം ചുട്ടിട്ട് ഞാൻ ബാക്കി അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. അവർ പോയി കഴിഞ്ഞിട്ട് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോഴത്തേക്കും ഓട്ടോ വന്നു. അങ്ങനെ ഞാനിതാ ഗേറ്റ് വരെ അവരെ കൊണ്ടുവിട്ടിട്ടുണ്ട്. ഓട്ടോ കയറുന്നത് കണ്ട ഒരു സമാധാനമാണ്. അങ്ങനെ ഇതാ ഓട്ടോയിൽ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും സമയം ഒരു 9:15 അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴാണ് ഓട്ടോ വരുന്നത്. ചില സമയത്ത് കുറച്ച് നേരത്തെ വരും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഓട്ടവും പാച്ചിലും തിരക്കും ഒക്കെയാണ്. അപ്പം താത്തമാരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അമ്നൂസും വന്നിട്ടുണ്ട്. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് ഞാൻ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവർ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പൂരീൻ്റെ മാവ് ചുട്ടിട്ടുണ്ട്. പിന്നെ ഒരു കട്ടനൊക്കെ വെച്ച് ഇനി സമാധാനത്തിലൊരു ചായ കൂടിയുണ്ട്. അപ്പം ഞാനിന്ന് പൂരി ഒരു വെറൈറ്റി ആയിട്ടാട്ടോ കഴിക്കുന്നത്.
പൂരീൻ്റെ ഉള്ളിൽ ചെറിയ പഴം വെച്ചിട്ട് ഒരു റോള് പോലെ ആക്കിയിട്ട് അങ്ങനെ കഴിക്കും. പിന്നെ അതിൻ്റെ കൂടെ നല്ല കുറച്ച് മധുരം കൂടുതലുള്ള ഒരു ചായ, കട്ടൻ ചായയും കൂടി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനെ കഴിക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ്, രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് അടുക്കള ഭാഗത്ത് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വേസ്റ്റൊക്കെ കത്തിക്കാനും അതുപോലെ റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു പരിപാടിക്ക് അങ്ങനെ ഇറങ്ങി. ആ സമയത്ത് തന്നെ നമ്മുടെ ആഹിലിനെ കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആളിതുപോലെ മുറ്റത്തെ കൂടി നടന്നുകൊണ്ടാണ് കേട്ടോ കുറുക്ക് കുടിക്കുന്നത്. ഇല്ലെങ്കിൽ ആൾക്ക് ഫോൺ വെച്ച് കൊടുക്കണം. അപ്പം ഫോണ് വെച്ച് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇതേപോലെ മുറ്റത്ത് നിന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് കളിച്ചു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങാൻ സമയം ഉപ്പ വരുമ്പോൾ മത്തി ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ചോറും പിന്നെ നമ്മുടെ കറിയൊക്കെ റെഡിയാക്കുന്നത് സിസ്റ്റർ ആട്ടോ, എൻ്റെ ഇത്താത്തയാണ്. അപ്പം ക്യാമറയിൽ എടുക്കണ്ടെന്ന് പറഞ്ഞു, വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആളെ എടുത്തിട്ടില്ല. അപ്പം മത്തി നല്ല കുടംപുളി ഇട്ട് വെച്ചിട്ടുള്ള മുളക് ഇട്ട് കറി വെച്ചു. പിന്നെ കുറച്ച് പച്ചടി, തൈര് മാത്രമേ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു പച്ചടി പോലെ റെഡിയാക്കിയിട്ടുണ്ട്, കക്കിരി ഒന്നും ഇല്ലാണ്ട് തന്നെ. പിന്നെ കുറച്ച് മത്തി പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി, ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മീനൊക്കെ പൊരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്താത്തൻ്റെ സ്പെഷ്യൽ നമ്മുടെ മീൻ പൊരിച്ച പാത്രത്തിൽ പെരക്കി, അതായത് മിക്സ് ആക്കിയിട്ടുള്ള ചോറ്, അതാണ് ഉള്ള സ്പെഷ്യൽ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ കാര്യം ഏകദേശം ഇങ്ങനെയൊക്കെയാണ്. നല്ല ചോറും പിന്നെ മീൻകറിയും പിന്നെ പച്ചടിയും പിന്നെ നമ്മുടെ മീൻ പൊരിച്ചതും അച്ചാറൊക്കെ ആയിട്ട് അടിപൊളിയായി.